ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലിയായ പെയിന്റ് പാട്ടകൾ കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ഐഡിയയുമായിട്ടാണ്. പെയിന്റ് ബോട്ടിൽ മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം ബോട്ടിലും ഈ രീതിയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ സിമന്റും പെയിന്റും പറ്റി കുറച്ചു കാലം പഴക്കമുള്ള ചീത്തയായ 2 ബോട്ടിലുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്ന് പാട്ടയും ഒന്ന് പ്ലാസ്റ്റിക്കുമാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഈ ചീത്തയായിരിക്കുന്ന 2 ബോട്ടിലിനെയും മേക്ക് ഓവർ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ പാട്ട ബോട്ടിലിന്റെ കാത് ഇതുപോലെ പ്ലെയർ കൊണ്ട് ഇളക്കി മാറ്റി കൊടുക്കാം. മറ്റേ ബോട്ടിലിന് കാതില്ലായിരുന്നേ, അത് പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ബോട്ടിലിന്റെ പുറം സൈഡ് ഫുള്ളും പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കളർ സ്പ്രേ പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം കളർ പെയിന്റും ചെയ്ത് കൊടുക്കാം. സ്പ്രേ പെയിന്റ് തന്നെ ചെയ്ത് കൊടുക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് പെയിന്റ് ചെയ്ത് കൊടുത്ത ബോട്ടിൽ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ ബ്ലാക്ക് പെയിന്റും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായി ഉണങ്ങാൻ മാറ്റിവെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാർഡ്ബോർഡും കൂടി ആവശ്യമുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പീസ് കാർഡ്ബോർഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു പീസ് ഇല്ല എങ്കിൽ വലിയ പീസ് കാർഡ്ബോർഡിൽ നിന്ന് ഈ വീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വീതിക്ക് കട്ട് ചെയ്യാതെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിന്റെ മുകളിലത്തെ ആ ലെയർ ഇളക്കി മാറ്റി കൊടുത്ത് ഈ ഡിസൈനുള്ള ഭാഗമാക്കി എടുക്കണം. ഇനി നമുക്ക് റെഡ് പെയിന്റ് ചെയ്ത് കൊടുത്ത ബോട്ടിലിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളും കവർ ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ വേറൊരു പീസും കൂടി കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ആ സെയിം സൈസിന് തന്നെ വേറൊരു പീസ് കാർഡ്ബോർഡും കൂടി എടുത്ത് അതിന്റെ സെൻട്രലിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് ഏറ്റവും മുകളിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് ജൂട്ടിന്റെ ചാക്ക്, ചണച്ചാക്കുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഈ ചാക്കിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. പീസ് ഇതുപോലെ 2ആയി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ വീതിക്ക് കിട്ടും. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഏറ്റവും താഴ്ഭാഗത്താണ് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം മൊത്തം കവർ ചെയ്യാത്ത ഭാഗം വേറൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി. ബോട്ടിലിന്റെ ഏറ്റവും മുകളിൽ കൂടിയും ഇതുപോലെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് ഇതുപോലെ പുറത്തോട്ട് നിൽക്കുന്ന നൂലുകൾ കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ബോട്ടിലുകളുടെ പെയിന്റ് ചെയ്ത് കൊടുക്കാത്ത ഈ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് പെയിന്റ് ചെയ്ത് കൊടുത്ത ബോട്ടിലിന്റെ ഈ പോർഷനിലായിട്ട് വൈറ്റ് പെയിന്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. റെഡ് പെയിന്റ് ചെയ്ത് കൊടുത്തതിന് റെഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഉൾഭാഗം ചീത്തയായി ഇരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ രണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലായിട്ട് കമ്പി ചൂടാക്കി ഹോളുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊണ്ട് പോട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ വേസ്റ്റ് ഐറ്റംസിൽ നിന്ന് 2 ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മണ്ണുകൾ നിറച്ചു കൊടുക്കാം. ഇതിൽ നട്ടു കൊടുക്കുന്നത് പറമ്പിൽ പൂത്തു നിന്ന നല്ല ഭംഗിയുള്ള 2 ചെടികളാണ്. ഈ ചെടികൾ പൂത്തു നിന്നപ്പോഴാണ് ഈ 2 പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയത്. ഇതുപോലെ മണ്ണ് നിറച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചെടികൾ നട്ടു കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇതിന്റെ പൂവ് കാണാൻ. ഇതിനെ ഏപ്രിൽ മുല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനൊരു കിഴങ്ങുണ്ട്, അതാണ് നട്ടു കൊടുക്കാനുള്ളത്. ഇനി അടുത്തതായി നട്ടു കൊടുക്കുന്നത് ഇതുപോലെ
റോസ് കളർ കുഞ്ഞു ഫ്ലവർ ഉള്ള ചെടിയാണ്. അങ്ങനെ രണ്ടും നട്ടു കൊടുത്തിട്ടുണ്ട്. ചെടിയുടെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയുണ്ട്, പോട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ പോട്ടുകൾ വീട്ടിന്റെ സിറ്റ് ഔട്ടിലും കാർപോർച്ചിലും ഒക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.